يا رسول الله انظر حالنا يا حبيب الله اسمع قالنا يا رسول الله انظر حالنا. അസ്സലാമു അലൈക്കും. ഞാൻ വലിയത്ത് മർഹൂം അബ്ദുൽ ഖാദർ ഹാജിയുടെ മകൻ ഇസ്മായിൽ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങളെല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും കൊണ്ട് ഇന്ന് ചൂലൂർ മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി സേവനം ചെയ്തു വരുന്നു. അതോടൊപ്പം തന്നെ ദാറുൽ ഇഹ്സാൻ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എന്നാണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. അൽഹംദുലില്ലാഹ്. يا رسول الله انظر حالنا يا حبيب الله اسمع قالنا يا رسول الله انظر حالنا. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ചൂലൂർ മഹല്ല് പ്രവാസി കൂട്ടായ്മയുടെ മഹത്തായ ഒരു യോഗം ഈ നവംബർ മാസം 11-ാം തീയതി ദുബായിൽ വെച്ച് കൂടുന്ന ആ വിഷയം ഞങ്ങളെ അറിയിക്കുകയും അതനുസരിച്ച് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ആശംസകളും ഇതോടൊപ്പം അറിയിക്കുകയാണ്. നമുക്കറിയാം, ചൂലൂർ മഹലിനെ സംബന്ധിച്ച് ഏകദേശം 500ഓളം വർഷങ്ങൾ പഴക്കം ചെന്നതും നമ്മുടെ പൂർവികരായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരും ഉലമാക്കളും നാട്ടുപ്രമാണിമാരും അതുപോലെ തന്നെ നമ്മുടെ മഹലിനെ സ്നേഹിക്കുന്ന മറ്റു ആളുകളും എല്ലാവരും തന്നെ നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള ഈ സൗകര്യങ്ങളും മറ്റെല്ലാം തന്നെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് പിൽക്കാലത്ത് വന്നിട്ടുള്ള ഓരോ ഭരണകർത്താക്കളും മുൻഗാമികളുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ മഹല്ലിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും അതനുസരിച്ച് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ പള്ളി നല്ല രീതിയിലുള്ള സൗകര്യം ഒരുക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് പള്ളി പൊളിക്കുകയും ഇന്നത്തെ ഈ ഒരു മനോഹരമായ കെട്ടിടം പുനർനിർമ്മാണം നടത്തുകയും ചെയ്യാൻ നമുക്കെല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പള്ളിയിൽ സ്ഥാപിച്ച് നടന്നു വന്നിരുന്ന ദർസ് സമ്പ്രദായം ഒരുപാട് കാലം പള്ളിയിൽ നടത്തപ്പെടുകയും പിൽക്കാലത്ത് ദർസ് സമ്പ്രദായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ തന്നെ കുട്ടികളുടെ അഭാവവും മറ്റും കൊണ്ട് തന്നെ ഇന്നത്തെ ഭൗതികമായ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി തന്നെ ഒരു ജൂനിയർ കോളേജ് സ്ഥാപിക്കണം എന്ന് ഭാരവാഹികൾ തീരുമാനിക്കുകയും അതനുസരിച്ച് ജാമിയ നൂരിയയുടെ അഫിലിയേഷനോടുകൂടി ഒരു ജൂനിയർ കോളേജ് ഇവിടെ സ്ഥാപിക്കുകയും ഉണ്ടായി. അൽഹംദുലില്ലാഹ്. നമ്മുടെ മുൻഗാമികളുടെ ആഗ്രഹവും അതുപോലെ തന്നെ അവരുടെയൊക്കെ ദുആയുടെയും ബർക്കത്ത് കൊണ്ടുമൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ ആ കോളേജിന്റെ പ്രവർത്തനം 3 വർഷത്തോളമായി നല്ല രീതിയിൽ നടന്നു വരികയാണ്. ഫസ്റ്റ് ബാച്ച് 30 കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും പിൽക്കാലത്ത് അതിന് നമ്മുടെ സൗകര്യങ്ങൾ ആദ്യമായി കുറവ് വന്നുകൊണ്ട് പിൽക്കാലത്ത് അതിനുവേണ്ടി ഒരു നല്ല സജ്ജീകരണങ്ങൾ ഒരുക്കുകയും പിന്നീട് രണ്ടാമതൊരു ബാച്ച് തുടങ്ങി വെക്കാൻ കഴിയുകയും ഏകദേശം 50-ൽ പരം കുട്ടികൾ നമ്മുടെ കോളേജിൽ ഇപ്പോൾ വിദ്യാഭ്യാസം നേടിവരുന്നു. പൂർണ്ണമായും അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യവും എല്ലാം തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ നൽകിക്കൊണ്ട് ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്ന് പോലും നമ്മൾ വളരെ ഒരു പൈസ പോലും നമ്മൾ വാങ്ങിക്കാതെ അവർക്ക് പൂർണ്ണമായും സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. നമുക്ക് ദാറുൽ ഇഹ്സാൻ ഇസ്ലാമിക് അക്കാദമി എന്ന പേരിൽ പിന്നീട് നമ്മൾ രജിസ്ട്രേഷൻ വാങ്ങിക്കുകയും അതനുസരിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനം അതിനുവേണ്ടി ദീനീ രംഗത്തും ഭൗതിക രംഗത്തും അഭ്യസ്തവിദ്യരായ വളരെയധികം പ്രാക്ടീസ് കിട്ടിയിട്ടുള്ള അധ്യാപകന്മാരെ ഏകദേശം 5 പേരോളം ഇവിടെ നിയമിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ജൂനിയർ കോളേജിന്റെ പ്രവർത്തനം നടത്തി വരുന്നത്. മറ്റു സ്ഥലങ്ങളിലും എല്ലാം വ്യത്യസ്തമായി തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനം, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളും അധ്യാപകന്മാരും കമ്മിറ്റി ഭാരവാഹികളും അതിനു വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 വർഷത്തോളമായി ഈ കഴിഞ്ഞ അധ്യയന വർഷത്തോളം 4 വർഷത്തോളമായിട്ടുള്ള ഈ ബാച്ച് നമ്മൾ പ്രതീക്ഷയെക്കാളും നല്ല രീതിയിലുള്ള അക്കാഡമിക് ലെവലിലുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടായത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു സംഭവം തന്നെയാണ്. എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
زوجتنا عليه قال أن تطعمها إذا طعمت وتكسوها إذا اكتسيت ولا تضرب. ഏതായാലും നമ്മളിപ്പോൾ ഈ തുടങ്ങി വെച്ച കോളേജിന്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ നമ്മൾ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കോംപ്ലക്സിന്റെ നിർമ്മാണം ഏകദേശം 80% പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ തന്നെ ഇതിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കേരളത്തിൽ തന്നെ നമുക്ക് ഒരു സ്ഥലത്തും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചൂലൂരിന്റെ അഭിമാനമായി തന്നെ, നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ അഭിമാനമായി തന്നെ മാറുന്ന ഒരു രീതിയിലുള്ള കെട്ടിട സമുച്ചയമാണ് നമ്മൾ അതിനുവേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണ കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ നമ്മുടെ പൊതുജനങ്ങളുടെയും സപ്പോർട്ടോടുകൂടി ഇതുവരെ നമ്മൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വളരെ വലിയൊരു സാമ്പത്തിക ബാധ്യത നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ എല്ലാ രീതിയിലുള്ള ആ ഒരു ഉദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഗൗരവവും അതുപോലെ തന്നെ നാം ചെയ്യുന്ന ആ കാര്യത്തിന്റെ ഏറ്റവും ഫലപ്രദമായി വരുന്ന നമ്മളെ മഹലിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഏറ്റവും ഫലപ്രദമായി കിട്ടുന്ന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം നമ്മുടെ ദീനീ രംഗത്ത് അവർ ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരുപാട് ദീനി സ്നേഹികൾ ഇതിനുവേണ്ടി സഹായിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ഭാവി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും കമ്മിറ്റി ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തുടർന്ന് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് സമ്പന്നന്മാരായിട്ടുള്ള ആളുകളൊക്കെ
ഒരു പല സ്ഥാപനങ്ങളും പള്ളികളും പള്ളിയോടനുബന്ധിച്ചുള്ള മറ്റു സ്ഥാപനങ്ങളൊക്കെ അവർ സ്വന്തമായി ചെയ്തു നൽകുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് നമ്മുടേതായിട്ടൊന്ന് അവകാശപ്പെടാനുള്ള ഒരു സാഹചര്യം നമ്മൾക്ക് ഉണ്ടാകണമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഓരോരുത്തരുടെയും സഹകരണം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും ഒക്കെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനെ നമുക്ക് യോജിച്ച രീതിയിലുള്ള എല്ലാ കഴിവും അതുപോലെ തന്നെ പ്രാക്ടീസുമുള്ള ഉസ്താദന്മാരെ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഈ കോളേജിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു ഏകദേശം നമുക്കിപ്പോൾ ഉദ്ദേശിച്ച 20 ലക്ഷം രൂപയോളം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇതിന്റെ പ്രവർത്തനത്തിനും മറ്റും ഒരുപാട് കമ്മിറ്റി ഭാരവാഹികളിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ അഹോരാത്രം ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നിർമ്മാണവും ഇതുവരെ എത്തിയിട്ടുള്ള അതിന്റെ നമ്മുടെ നിർമ്മാണത്തിന്റെ രൂപവും കാര്യങ്ങളും എല്ലാം ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. മാത്രവുമല്ല, നമുക്ക് ഏകദേശം 3 വർഷത്തോളമായി നമ്മൾ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് നമുക്ക് അടുത്ത് തന്നെ 2-3 മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളെല്ലാവരും ഒരുക്കിത്തരണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാ പൂർണ്ണമായിട്ടുള്ള ആ ഒരു രൂപം നമ്മളെല്ലാവരും ആ സന്തോഷത്തിൽ പങ്കാളികളാവാനും അതുപോലെ തന്നെ നമ്മളിവിടെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് നാളെ അവരുടെ ഒരു ദീനിന്റെ ഒരു മുതൽക്കൂട്ടായി മാറണം എന്നുള്ള ആഗ്രഹമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് നമ്മൾ ഈ അവസരത്തിൽ പറയാനുള്ളത്, നമുക്കറിയാം ഇന്നത്തെ ഒരുപാട് ഇന്ത്യയിലെ സാഹചര്യങ്ങളും പ്രത്യേകിച്ച് ലോക സാഹചര്യങ്ങളൊക്കെ നമ്മളെ ഇസ്ലാമികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഉടമകളായി മാറാൻ അവരോടൊക്കെ അങ്ങനെ ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചുള്ള വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അതിലെല്ലാം പങ്കാളികളായി നമ്മുടെ ഈ മഹത്തായ സംരംഭം, നമ്മുടെ ചൂലൂർ മഹലിന്റെ കീഴിലുള്ള ഈ സംരംഭം എല്ലാ രീതിയിലും വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ചൂലൂർ മഹല്ല് കമ്മിറ്റിയുടെ പേരിലും മഹല്ല് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ പേരിലും എല്ലാവിധത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യം നേരുന്നതോടൊപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.